കാസ്റ്റിഗ്ലിയാനോസ് തിയറം ഡിഫ്ലക്ഷൻ ഫ്രം സ്ട്രെയിൻ എനർജി. അപ്പോൾ നമ്മൾ ബീമിൻ്റെ എല്ലാം കേസിൽ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡ് പഠിച്ചായിരുന്നു, അല്ലെങ്കിൽ മെക്കളേസ് ഡബിൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡ് പഠിച്ചായിരുന്നു. അപ്പം ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരു മെത്തേഡ് യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് കാസ്റ്റിഗ്ലിയാനോസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു മെത്തേഡിൽ നമ്മൾ സ്ട്രെയിൻ എനർജി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു സ്ട്രെയിൻ എനർജി യൂസ് ചെയ്തിട്ടാണ് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എ ബി ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് ബീം എ ബി വിച്ച് ഈസ് സപ്പോർട്ടഡ് അറ്റ് ദി എൻഡ്സ് എ ആൻഡ് ബി. എയും ബി എന്ന് പറയുന്ന രണ്ട് എൻഡ്സിലായിട്ട് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ബീം. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സപ്പോർട്ട് വന്നിട്ട് എയും റൈറ്റ് ഹാൻഡ് സപ്പോർട്ട് വന്നിട്ട് ബിയും. ഓക്കെ, ഇനി നമ്മൾ ഈ ബീമിൻ്റെ അകത്ത് പല പോയിൻറ്റ്സിലായിട്ട്, ഓക്കെ, എക്സാമ്പിളിന് നമ്മൾ എടുത്തിരിക്കുന്നത് O1, O2, O3 എന്ന് പറയുന്ന ഈ ബീമിന് മുകളിലായിട്ട് 3 പോയിൻറ്റ്സ് അസ്യൂം ചെയ്തിരിക്കുകയാണ്. ആ പോയിൻറ്റ്സിലായിട്ട് വന്നിരിക്കുന്ന ലോഡ് എന്ന് പറയുന്നത് W1, W2 ആൻഡ് W3. ഓക്കെ, അപ്പോൾ അതിൽ O1ൽ വന്നിരിക്കുന്ന ലോഡ് W1, O2ൽ വന്നിരിക്കുന്ന ലോഡ് എന്ന് പറയുന്നത് W2, O3ൽ വന്നിരിക്കുന്ന പോയിൻ്റ് ലോഡ് എന്ന് പറയുന്നത് W3. ഓക്കെ, അപ്പോൾ ഈ ലോഡിൻ്റെ ഇൻഫ്ലുവൻസിൽ ബീമിന് ഡിഫ്ലക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ബീം എന്ന് പറയുന്നത് ഡിഫ്ലക്റ്റ് ചെയ്ത് പുതിയൊരു പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബീമിൻ്റെ ഡിഫ്ലക്റ്റഡ് പൊസിഷനാണ് ഇവിടെ ഈ ഡോട്ടഡ് ലൈൻസ് വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ബീമിൻ്റെ ഇലാസ്റ്റിക് കർവ്. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് ആ ന്യൂട്രൽ ആക്സിസിൻ്റെ പൊസിഷനാണ്. ന്യൂട്രൽ ആക്സിസ് ഡിഫ്ലക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള ആ പുതിയ പൊസിഷനാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിക് കർവിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും O1 എന്ന് പറയുന്ന പോയിന്റ് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് X1 ഡിഫ്ലക്ഷനാണ് O1 എന്ന് പറയുന്ന പോയിന്റിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് ഇവിടെ നിന്ന് ഡിഫ്ലക്റ്റ് ചെയ്ത് ഇവിടത്തേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ O2ന് സംഭവിച്ചിരിക്കുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് X2 ആയിട്ട് എടുക്കുവാണ്. O3ക്ക് സംഭവിച്ചിരിക്കുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് X3 ആയിട്ടും എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ W1ന് കറസ്പോണ്ടിങ് ആയിട്ട് സംഭവിച്ചിരിക്കുന്ന ഡിഫ്ലക്ഷൻ X1, W2ന് കറസ്പോണ്ടിങ് ആയിട്ട് സംഭവിച്ചിരിക്കുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് X2. ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ഡിഫ്ലക്ഷൻ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, W3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സംഭവിച്ചിരിക്കുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിഫ്ലക്ഷൻ X3. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ X1, X2, X3യുടെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ കാസ്റ്റിഗ്ലിയാനോസ് തിയറം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബീമിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോട്ടൽ സ്ട്രെയിൻ എനർജി എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ലെറ്റ് ക്യാപിറ്റൽ U ബി ദി ടോട്ടൽ സ്ട്രെയിൻ എനർജി ഓഫ് ദി സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ഇവിടെ ഞാനിപ്പോൾ തൽക്കാലം 3 പോയിന്റ് ലോഡ്സ് എടുത്തിരിക്കുകയാണ്. W1, W2 ആൻഡ് W3 ആർ ദി എക്സ്റ്റേണൽ ലോഡ്സ് അറ്റ് പോയിന്റ്സ് O1, O2 ആൻഡ് O3. ഓക്കെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പോയിന്റ്സിൽ തന്നെ ഒരു മൊമെൻറ്റും കൂടെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു അസ്യൂംഡ് മൊമെൻറ്റ് M1, അസ്യൂംഡ് മൊമെൻറ്റ് M2, അസ്യൂംഡ് മൊമെൻറ്റ് M3. ഓക്കെ, അതെന്ന് പറയുന്നത് മൊമെൻറ്റ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ കപ്പിൾസ് അറ്റ് പോയിന്റ്സ് O1, O2, O3. ഓക്കെ, അപ്പോൾ കാസ്റ്റിഗ്ലിയാനോസ് തിയറം യൂസ് ചെയ്തിട്ട് ബൈ യൂസിങ് കാസ്റ്റിഗ്ലിയാനോസ് തിയറം നമുക്ക് ഡിഫ്ലക്ഷൻ അറ്റ് ദി പോയിന്റ്സ് O1, O2, O3യിൽ സംഭവിച്ചിരിക്കുന്ന ഡിഫ്ലക്ഷനും അതിനോടൊപ്പം തന്നെ O1ൽ സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ O1 എന്ന് പറയുന്ന പോയിന്റ് ഡിഫ്ലക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പോയിന്റിന് ഒരു പർട്ടിക്കുലർ സ്ലോപ്പ് വാല്യൂ ആണ്. ഈ പോയിന്റിനും ഒരു സ്ലോപ്പ് വാല്യൂ ആണ്, അല്ലേ, ഇവിടത്തേക്കും ഒരു സ്ലോപ്പ് വാല്യൂ ആണ്. അപ്പോൾ ആ സ്ലോപ്പിൻ്റെ വാല്യൂസ് നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഈ പറയുന്ന O1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ പോയിന്റ്, ഓക്കെ, ഈ ഡിഫ്ലക്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന പോയിന്റിലൂടെ ഒരു ഹൊറിസോണ്ടൽ വരയ്ക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ഇലാസ്റ്റിക് കർവിന് ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഇൻക്ലിനേഷൻ, ഇതിൻ്റെ ടാൻജൻറ്റ് വാല്യൂ ആണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് θ1 ആണെങ്കിൽ ആ θ1നെയാണ് നമ്മൾ, അല്ലെങ്കിൽ ടാൻ θ1നെയാണ് നമ്മൾ അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ്. കാസ്റ്റിഗ്ലിയാനോസ് തിയറം വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഡിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ X1 എന്ന് പറയുന്ന ഡിഫ്ലക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ടോട്ടൽ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കുക. അതിനുശേഷം ∂U ബൈ ∂W1 ചെയ്യുക. ഓക്കെ, ∂U ബൈ ∂W1 ചെയ്യുക. ∂U ബൈ ∂W1 ചെയ്യുമ്പോഴത്തേക്കും X1 എന്ന് പറയുന്ന ഡിഫ്ലക്ഷൻ കിട്ടും. ഓക്കെ, X1 എന്നുള്ള ഡിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടി ∂U ബൈ ∂W1. ഇനി X2 എന്ന് പറയുന്ന ഡിഫ്ലക്ഷൻ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ X2 ഈക്വൽ ടു ∂U ബൈ ∂W2. X3 ആണെന്നുണ്ടെങ്കിൽ ∂U ബൈ ∂W3. ഓക്കെ, ഇതുപോലെ തന്നെ സ്ലോപ്സിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി θ1
തീറ്റ വണ്ണിനാണെങ്കിൽ ഡോ യു ബൈ ഡോ M1, തീറ്റ 2 ആണെങ്കിൽ ഡോ യു ബൈ ഡോ M2, തീറ്റ 3 ആണെന്നുണ്ടെങ്കിൽ ഡോ യു ബൈ ഡോ M3. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ഡിഫ്ലക്ഷനും സ്ലോപ്പും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് W1 എന്ന് പറയുന്ന ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ വേണമെങ്കിൽ ബീമിൻ്റെ ടോട്ടൽ സ്ട്രെയിൻ എനർജി എടുക്കുക, എന്നിട്ട് ടേക്കിംഗ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു W1. ഓക്കെ, ഇപ്പോൾ W1 കറസ്പോണ്ടിങ് ആയിട്ടുള്ളതായതുകൊണ്ട് ഡിഫ്ലക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഡോ യു ബൈ ഡോ W1 അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് X1 വാല്യൂ കിട്ടും. ഓക്കെ, അപ്പം X1, X2, X3 എന്ന് പറയുന്ന ഡിഫ്ലക്ഷൻ്റെ വാല്യൂസ് ഓക്കെ അതത് പോയിൻറ്റ്സിൽ ഏത് പോയിൻറ്റിൻ്റെയാണോ ഡിഫ്ലക്ഷൻ വേണ്ട ആ പോയിൻറ്റിലുള്ള പോയിൻ്റ് ലോഡ് ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള പോയിൻ്റ് ലോഡ് എടുക്കുക, അതിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് ടോട്ടൽ സ്ട്രെയിൻ എനർജിയുടെ ഡെറിവേറ്റീവ് എടുക്കുക, പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു ലോഡ് ആക്ടിങ് അറ്റ് ദി റെസ്പെക്റ്റീവ് പോയിന്റ്. ഓക്കെ, അപ്പോൾ X1 വേണമെന്നുണ്ടെങ്കിൽ ഡോ യു ബൈ ഡോ W1, X2 വേണമെന്നുണ്ടെങ്കിൽ ഡോ യു ബൈ ഡോ W2, X3 ആണെങ്കിൽ ഡോ യു ബൈ ഡോ W3. അതുപോലെ തന്നെ മൊമെൻറ്റ്സ് തീറ്റ 1, തീറ്റ 2, തീറ്റ 3 കിട്ടാൻ വേണ്ടി നമ്മൾ മൊമെൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കാസ്റ്റിഗ്ലിയാനോസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്ട്രെയിൻ എനർജി ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പം കാസ്റ്റിഗ്ലിയാനോസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് ഇഫ് എ സ്ട്രക്ചർ ഈസ് സബ്ജക്റ്റഡ് ടു എ നമ്പർ ഓഫ് എക്സ്റ്റേണൽ ലോഡ്സ് ഓക്കെ ഓർ കപ്പിൾസ് ദി പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദി ടോട്ടൽ സ്ട്രെയിൻ എനർജി. ഓക്കെ, ഈ ബീമിൻ്റെ ടോട്ടൽ സ്ട്രെയിൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു എനി ലോഡ് ഓർ കപ്പിൾ പ്രൊവൈഡ്സ് ദി ഡിഫ്ലക്ഷൻ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദാറ്റ് ലോഡ് ഓർ കപ്പിൾ. ഓക്കെ, അപ്പോൾ ഈ ലോഡിൻ്റെ ഡയറക്ഷനിലുള്ള ഡിഫ്ലക്ഷൻ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ തരത്തിലാണ് നമ്മൾ കാസ്റ്റിഗ്ലിയാനോസ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൂഫാണ് നമുക്ക് വേണ്ടത്. കാസ്റ്റിഗ്ലിയാനോസ് തിയറത്തിൻ്റെ പ്രൂഫാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് വരുന്നത്. അപ്പം പ്രൂഫ് ഓഫ് കാസ്റ്റിഗ്ലിയാനോസ് തിയറം, ഓക്കെ. അപ്പം കാസ്റ്റിഗ്ലിയാനോസ് തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു സെയിം ഫിഗർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഞാൻ സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് 1 നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ സെയിം ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം AB കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, എന്നിട്ട് ഇവിടുത്തെ ടിപ്പിക്കൽ പോയിൻറ്റ്സ് O1, O2, O3 കൺസിഡർ ചെയ്തു. അവിടെ പോയിൻ്റ് ലോഡ്സ് W1, W2, W3. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് W1 കറസ്പോണ്ടിങ് ആയിട്ട് സംഭവിച്ചിരിക്കുന്ന ഡിഫ്ലക്ഷൻ X1, W2 കറസ്പോണ്ടിങ് ആയിട്ട് സംഭവിച്ചിരിക്കുന്ന ഡിഫ്ലക്ഷൻ X2, W3 കറസ്പോണ്ടിങ് ആയിട്ട് X3 ഡിഫ്ലക്ഷനാണ് സംഭവിച്ചിരിക്കുന്നത് വെർട്ടിക്കൽ ഡയറക്ഷൻ. ഓക്കെ, ശരി. അപ്പോൾ സ്റ്റെപ്പ് 1 ലെറ്റ് X1, X2, X3 ബി ദി ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ ഇതുപോലത്തെ ഒരു സിംപ്ലി സപ്പോർട്ടഡ്, ഇപ്പോൾ ഈ ഒരു സ്കെയിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണെന്ന് വിചാരിക്കുക. ഞാൻ ഈ രണ്ട് എക്സ്ട്രീം എൻഡ്സിലായിട്ട് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ലെഫ്റ്റ് എൻഡിലും റൈറ്റ് എൻഡിലുമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ ബീമിന് മുകളിലായിട്ട് നമ്മൾ പലയിടങ്ങളിലായിട്ട് ലോഡ് അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡെന്ന് പറയുന്നത് ഗ്രാജുവലി അപ്ലൈഡ് ലോഡാണ്. ഓക്കെ, അതായത് ഇപ്പം W1 എന്ന് പറയുന്ന ലോഡ് ഒരു 10 ന്യൂട്ടൺ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, എക്സാമ്പിളായിട്ട് ഒരു 10 ന്യൂട്ടൺ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ 10 ന്യൂട്ടൺ അറ്റ് എ ടൈം നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ ആദ്യം 0 ന്യൂട്ടൺസ്, പിന്നെ 1 ന്യൂട്ടൺ, 2 ന്യൂട്ടൺ, 3 ന്യൂട്ടൺ, 4 ന്യൂട്ടൺ, അങ്ങനെ സ്ലോലി ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ 10 ന്യൂട്ടൺ വരെ ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് W2 ലോഡ് ചെയ്യുന്നത്. W2 എന്ന് പറയുന്ന ഒരു 100 ന്യൂട്ടൺ ആണെങ്കിൽ അതും ഇതുപോലെ സ്റ്റെപ്പ് വൈസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോഡ് ഇൻക്രീസ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് നമ്മൾ 100 ന്യൂട്ടൺ കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ആ തരത്തിലുള്ള ലോഡിങ്ങിനെയാണ് നമ്മൾ ഗ്രാജുവലി അപ്ലൈഡ് ലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രാജുവലി അപ്ലൈഡ് ലോഡിംഗ് സിറ്റുവേഷനിൽ നമ്മൾ ലോഡ് വേഴ്സസ് ഡിഫ്ലക്ഷൻ കർവ് വരയ്ക്കുകയാണെങ്കിൽ, ലോഡും ഡിഫ്ലക്ഷനും തമ്മിലുള്ള കർവ് വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, ലോഡ് ടേക്കൺ അലോങ് Y ആക്സിസും ഡിഫ്ലക്ഷൻ അലോങ് ദി X ആക്സിസും ആണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻക്ലൈൻഡ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സ്ട്രെയിൻ എനർജി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഏരിയ അണ്ടർ ദി കർവ് എടുക്കണം, അല്ലേ? ലോഡ് ഡിഫ്ലക്ഷൻ കർവിൽ ഏരിയ അണ്ടർ ദി കർവ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറയുന്നതാണ് നമുക്ക് സ്ട്രെയിൻ എനർജിയുടെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ ഹാഫ് ഇൻറ്റു W ഇൻറ്റു എക്സ്, ഇതാണ് ഇവിടുത്തെ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാത്രത്തിൽ നമുക്ക് ബീമിന് മുകളിലായിട്ട് 3 ലോഡ്സ് വരുന്നുണ്ട്. W1, W2, W3 വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് ലോഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു W1 ഇൻറ്റു X1. സെക്കൻഡ് ലോഡ് കാരണം ഉണ്ടാകുന്നത് ഹാഫ് ഇൻറ്റു W2 ഇൻറ്റു X2. തേർഡ് ലോഡ് കാരണം ഹാഫ് ഇൻറ്റു W3 ഇൻറ്റു X3. ഇവിടെ ഇപ്പോൾ തൽക്കാലം 3 ലോഡ്സേ അസ്യൂം ചെയ്തിട്ടുള്ളൂ.
ഓക്കെ, അപ്പം ഓരോ ലോഡും കാരണം അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിൻ എനർജി എടുക്കുക, അത് ഓരോന്നിൻ്റെയും തമ്മിൽ വാല്യൂസ് ഹാഫ് W1x1, ഹാഫ് W2x2, ഹാഫ് W3x3 എടുക്കുക. ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടോട്ടൽ സ്ട്രെയിൻ എനർജി കിട്ടും. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പ് 2-ൽ കാസ്റ്റിഗ്ലിയാനോസ് തിയറത്തിൻ്റെ പ്രൂഫിൽ സ്റ്റെപ്പ് 2-ൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ W1 എന്ന് പറയുന്ന ഈ ഒരു ലോഡ്, ഓക്കെ, W1 എന്ന് പറയുന്ന ഈ ഒരു ലോഡ് മാത്രം ഞാൻ വളരെ ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യുവാണ്. ഓക്കെ, വളരെ ചെറുതായിട്ട് ഒന്ന് ഇൻക്രീസ് ചെയ്യുവാണ്. ലെറ്റ് W1 be increased to W1 plus delta W1. Let W1 be increased to W1 plus delta W1. And due to the increased load, ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ് ലോഡ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്? ഡെൽറ്റ W1 ആണ് ലോഡ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ലോഡ് മാത്രമാണ് ഇൻക്രീസ് ചെയ്തതെങ്കിലും ഇവിടെ എന്ത് സംഭവിക്കും? ഈ x1 എന്നുള്ള ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ചെയ്യും. x1 എന്ന് പറയുന്ന ഡിഫ്ലക്ഷൻ താഴത്തേക്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം പുതിയ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അല്പം കൂടെ താഴ്ന്നിട്ടുള്ളൊരു കർവായിരിക്കും, ഒരു ഇലാസ്റ്റിക് കർവായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഈ W1 എന്ന് പറയുന്ന ലോഡിനെ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. W1 എന്ന് പറയുന്ന ലോഡിനെ ഒരു ഡെൽറ്റ W1 വെച്ച് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ W1 എന്ന് പറയുന്ന ലോഡ് ഇൻക്രീസ്ഡ് ടു W1 പ്ലസ് ഡെൽറ്റ W1. ഈ ഇൻക്രീസ് ഇൻ ലോഡ് കാരണം ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഡിഫ്ലക്ഷനിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ x1, ഇവിടെ സംഭവിച്ചിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ x2, ഇവിടെ സംഭവിച്ചിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ x3. ഓക്കെ, അപ്പം ഈ ഓരോ ഡിഫ്ലക്ഷൻസും കറസ്പോണ്ടിങ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. W1 മാത്രമേ ഇൻക്രീസ് ചെയ്തോളെങ്കിലും എല്ലാ പോയിൻറ്റ്സിലും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം ഇൻക്രീസ് ഇൻ എക്സ്റ്റേണൽ വർക്ക് ഡൺ. ഓക്കെ, അപ്പം ഈ ഒരു പുതിയ സിറ്റുവേഷൻ ചേഞ്ച് കാരണം എത്രയാണ് വർക്ക് ഡണ്ണിൽ വന്നിരിക്കുന്ന ചേഞ്ച്? ഇൻക്രീസ് ഇൻ എക്സ്റ്റേണൽ വർക്ക് ഡൺ. ഓക്കെ, അപ്പോൾ ഇൻക്രീസ് ഇൻ എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് തന്നെയായിരിക്കും അവിടുത്തെ ചേഞ്ച് ഇൻ സ്ട്രെയിൻ എനർജി. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ സ്ട്രെയിൻ എനർജി എടുക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ഈ ഡെൽറ്റ W1, ഓക്കെ, ഇവിടെ ഈ ഒരു പോയിന്റിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഡെൽറ്റ W1 എന്ന് പറയുന്നത് W1 ചേഞ്ച്ഡ് ടു W1 പ്ലസ് ഡെൽറ്റ W1. ഓക്കെ, അപ്പം ഈ ഡെൽറ്റ W1 മാത്രം ഇത്തവണ ഗ്രാജുവലി അപ്ലൈഡ് ആയിട്ട് വരും. എന്നാൽ W2 W3 എല്ലാം നേരത്തെ തന്നെ ഈ ബീമിന് മുകളിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ W2 എന്ന് പറയുന്ന ലോഡിൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ W1 ഇൻറ്റു ഡെൽറ്റ x1, W2 ഇൻറ്റു ഡെൽറ്റ x2, W3 ഇൻറ്റു ഡെൽറ്റ x3. ഓക്കെ, ഇത് ഇത്രയും കേസുകൾ വന്നിട്ട് സഡൻലി അപ്ലൈഡ് ലോഡിങ് സിറ്റുവേഷനായിട്ട് കണക്ക് കൂട്ടും. സഡൻലി അപ്ലൈഡ് കാരണം W1 W2 W3 ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സഡൻലി അപ്ലൈഡ് ഈ ഡെൽറ്റ W1ൻ്റെ ഇൻക്രിമെൻറ്റ് മാത്രം, ഇത് മാത്രം ഗ്രാജുവലി അപ്ലൈഡ് ആയിട്ട് അതായത് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഡെൽറ്റ W1 മാത്രമാണ്. ഓക്കെ, എന്നാൽ W1 W2 W3 ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പം അവിടെ ഡിഫ്ലക്ഷനിൽ സംഭവിച്ചിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ x1, ഡെൽറ്റ x2, ഡെൽറ്റ x3. ഓക്കെ, അപ്പം ഇത് സഡൻലി അപ്ലൈഡ് ലോഡ് ആയതുകൊണ്ടാണ് ഇവിടെ ഹാഫ് വരാത്തത്. W1 ഇൻറ്റു ഡെൽറ്റ x1 പ്ലസ് W2 ഇൻറ്റു ഡെൽറ്റ x2 പ്ലസ് W3 ഇൻറ്റു ഡെൽറ്റ x3. ഓക്കെ, അപ്പോൾ സഡൻലി അപ്ലൈഡ് ലോഡിങ് സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ലോഡ് വേഴ്സസ് ഡിഫ്ലക്ഷൻ കർവ്, ഓക്കെ, ഡബ്ല്യൂയും ഡെൽറ്റ എക്സും തമ്മിലുള്ള കർവ് വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഈ ലൈൻ പാരലൽ ടു ഏതാണ് ഡിഫ്ലക്ഷൻ ആക്സിസ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കേസിൽ സഡൻലി അപ്ലൈഡ് ലോഡിങ് സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പോൾ സഡൻലി അപ്ലൈഡ് ലോഡിങ് സിറ്റുവേഷൻ ആകുമ്പോൾ ഏരിയ അണ്ടർ ദി കർവ് എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ഏരിയയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ഏരിയയുടെ വാല്യൂ എന്ന് പറയുന്നത് W ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, W ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ W1 ഇൻറ്റു ഡെൽറ്റ x1, W2 ഇൻറ്റു ഡെൽറ്റ x2, W3 ഇൻറ്റു ഡെൽറ്റ x3 എന്നത്. എന്നാൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ഡെൽറ്റ W1 ഇൻറ്റു ഡെൽറ്റ x1. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ ഡെൽറ്റ W1 ഈസ് ടേക്കൺ ആസ് എ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്, വൈൽ W2 W3 ആൻഡ് W1 ആർ ടേക്കൺ ആസ് സഡൻലി അപ്ലൈഡ്. കാരണം അതെല്ലാം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, W1 W2 W3 exist already, so considered as a gradually applied. Delta W1 alone considered as gradually applied. Okay, W1 W2 W3 suddenly applied. This delta W1 എന്ന് പറയുന്നത് gradually applied ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡെൽറ്റ യു സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഡെൽറ്റ യു ഈക്വൽ ടു W1 ഇൻറ്റു ഡെൽറ്റ x1 പ്ലസ് W2 ഇൻറ്റു ഡെൽറ്റ x2 പ്ലസ് W3 ഇൻറ്റു ഡെൽറ്റ x3 എന്ന് വരും.
അതിൽ ആ ഫസ്റ്റ് ടേം ഹാഫ് ഇൻറ്റു ഡെൽറ്റ W1 ഇൻറ്റു ഡെൽറ്റ X1 ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു 0. കാരണം ഇവിടെ രണ്ട് ടേംസ് ഡെൽറ്റ W1 ഡെൽറ്റ X1ൻ്റെയും വാല്യൂ വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് ആ പ്രോഡക്റ്റ് അതിനേക്കാളും ചെറുതായിരിക്കും. അതുകൊണ്ട് ആ ഒരു എൻറ്റയർ ടേമിനെ ഹാഫ് ഇൻറ്റു ഡെൽറ്റ W1 ഇൻറ്റു ഡെൽറ്റ X1 എന്ന് പറയുന്ന എൻറ്റയർ ടേമിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഇക്വേഷൻ 2 ആയിട്ട് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഓൾറെഡി ഒരു സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ടോട്ടൽ സ്ട്രെയിൻ എനർജിയുടെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ടോട്ടൽ സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ U ഈക്വൽ ടു ഹാഫ് ഇൻറ്റു W1 X1 പ്ലസ് ഹാഫ് ഇൻറ്റു W2 X2 പ്ലസ് ഹാഫ് ഇൻറ്റു W3 X3 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷനായിട്ടും ഇപ്പോൾ ഇത് വന്നിട്ട് സെക്കൻഡ് ഇക്വേഷനായിട്ടും എടുക്കാം. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3യിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ എൻറ്റയർ സിറ്റുവേഷനെ ഗ്രാജുവലി അപ്ലൈഡ് ലോഡിംഗ് സിറ്റുവേഷനായിട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എൻറ്റയർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് W1 പ്ലസ് ഡെൽറ്റ W1 എന്ന് പറയുന്ന ലോഡ് തന്നെയാണ് ഞാൻ ആദ്യമേ കൊടുക്കുന്നത്. പിന്നെ W2 എന്ന് പറയുന്ന ലോഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ W3 എന്ന് പറയുന്ന ലോഡും കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഈ സിറ്റുവേഷൻ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡെൽറ്റ W1നെ സെക്കൻഡ് ടൈം കൊടുക്കുന്നതിന് പകരം സ്റ്റെപ്പ് 3യിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യലി തന്നെ AB എന്ന് പറയുന്ന സിംപ്ലി സപ്പോർട്ടഡ് ബീം കൺസിഡർ ചെയ്തു. ഫസ്റ്റ് ലോഡ് തന്നെ W1 പ്ലസ് ഡെൽറ്റ W1 കൊടുക്കാൻ പോവുകയാണ്. പിന്നെ W2 എന്ന് പറയുന്ന ലോഡ് കൊടുക്കുകയാണ്. പിന്നെ W3 എന്ന് പറയുന്ന ലോഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ 3 ലോഡ്സ് W1 പ്ലസ് ഡെൽറ്റ W1, W2 ആൻഡ് W3 ഇത് 3 ഇത്തവണ ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്സ് ആയിട്ട് കൊടുത്ത് നോക്കുകയാണ് ആ സെയിം ബീമിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് U പ്ലസ് ഡെൽറ്റ U ആയിരിക്കും അല്ലേ. സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് U പ്ലസ് ഡെൽറ്റ U ഈക്വൽ ടു ഹാഫ് ഇൻറ്റു W1 പ്ലസ് ഡെൽറ്റ X1 ഹാഫ് ഇൻറ്റു W1 പ്ലസ് ഡെൽറ്റ X1 ഇൻറ്റു X1 പ്ലസ് ഡെൽറ്റ X1. ഓക്കെ, ഹാഫ് ഇൻറ്റു W1 പ്ലസ് ഡെൽറ്റ W1 ഇൻറ്റു X1 പ്ലസ് ഡെൽറ്റ X1. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു W2 ഇൻറ്റു X2 പ്ലസ് ഡെൽറ്റ X2 എന്ന് പറയും. ഓക്കെ, ഹാഫ് ഇൻറ്റു W2 ഇൻറ്റു X2 പ്ലസ് ഡെൽറ്റ X2. ഓക്കെ, തേർഡ് വൺ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു W3 ഉണ്ട് ഇൻറ്റു X3 പ്ലസ് ഡെൽറ്റ X3 അല്ലേ. ഇവിടുത്തെ ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് X3 പ്ലസ് ഡെൽറ്റ X3. അപ്പം ഹാഫ് ഇൻറ്റു W3 ഇൻറ്റു X3 പ്ലസ് ഡെൽറ്റ X3. ആ ഇക്വേഷൻ വന്നിട്ട് ഇക്വേഷൻ 3 ആയിട്ട് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇക്വേഷൻ 3യിൽ നിന്ന് ഇക്വേഷൻ 1 സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷനാണ് ഇക്വേഷൻ 3 U പ്ലസ് ഡെൽറ്റ യുവിൻ്റെ ഇക്വേഷൻ. ഓക്കെ, U പ്ലസ് ഡെൽറ്റ യുവിൻ്റെ ഇക്വേഷനിൽ നിന്ന് ഇക്വേഷൻ 1 അതായത് യുവിൻ്റെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റിമൈനിങ് ടേം ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഡെൽറ്റ യു. ഓക്കെ, സിമിലർ ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് കിട്ടുന്നത് ഹാഫ് ഇൻറ്റു W1 ഇൻറ്റു ഡെൽറ്റ X1 പ്ലസ് ഹാഫ് ഇൻറ്റു ഡെൽറ്റ W1 ഇൻറ്റു X1 പ്ലസ് ഹാഫ് ഇൻറ്റു W2 ഇൻറ്റു ഡെൽറ്റ X2 പ്ലസ് ഹാഫ് ഇൻറ്റു W3 ഇൻറ്റു ഡെൽറ്റ X3. ഓക്കെ, ഇനി ഈ 2 നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 2 ഇൻറ്റു ഡെൽറ്റ യു ഈക്വൽ ടു റിമൈനിങ് ടേം W1 ഡെൽറ്റ X1 പ്ലസ് ഡെൽറ്റ W1 ഇൻറ്റു X1 പ്ലസ് W2 ഇൻറ്റു ഡെൽറ്റ X2 പ്ലസ് W3 ഇൻറ്റു ഡെൽറ്റ X3. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ 4 ആയിട്ട് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇക്വേഷൻ 4ൽ നിന്ന് ഇക്വേഷൻ 2നെ സബ്ട്രാക്ട് ചെയ്യുക. ഇക്വേഷൻ 4ൽ നിന്ന് ഇക്വേഷൻ 2നെ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഡെൽറ്റ യു ഈക്വൽ ടു ഇവിടെ 2 ഡെൽറ്റ യു ഉണ്ട്, ഇവിടെ ഡെൽറ്റ യു ആണുള്ളത്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ W1 ഇൻറ്റു X1 എന്ന് കിട്ടും. ഓക്കെ, ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് X1 ഈക്വൽ ടു ഡെൽറ്റ യു ബൈ അല്ലെങ്കിൽ ഡോ യു ബൈ ഡോ W1. ഇവിടെ ലിമിറ്റും കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് ഡോ യു ബൈ ഡോ W1 എന്ന് എഴുതാം. ഓക്കെ, ഡെൽറ്റയ്ക്ക് പകരം നമുക്ക് ഡോ യു ബൈ ഡോ W1 ഈക്വൽ ടു X1. സിമിലർലി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും? X2 ഈക്വൽ ടു ഡോ യു ബൈ ഡോ W2, X3 ഈക്വൽ ടു ഡോ യു ബൈ ഡോ W3. ഓക്കെ, അപ്പോൾ ഇതാണ് കാസ്റ്റിഗ്ലിയാനോസ് തിയറം പറയുന്നത്. നമുക്ക് ഡിഫ്ലക്ഷൻ്റെ വാല്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിൻ എനർജി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ സ്ട്രെയിൻ എനർജിയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ദി ലോഡ്സ് അറ്റ് ദി റെസ്പെക്റ്റീവ് പോയിന്റ്സ്. ആ പർട്ടിക്കുലർ പോയിന്റ്സിലുള്ള ലോഡിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതത് പോയിന്റ്സിലെ ഡിഫ്ലക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു പർട്ടിക്കുലർ ബീമിൻ്റെ കേസ് എടുക്കുമ്പോഴത്തേക്കും ഇൻ കേസ് ഓഫ് എ ബീം സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രെയിൻ എനർജി U ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു L m²/2EA dx. ഓക്കെ, ഇതിൽ M എന്ന് പറയുന്നത് അവിടുത്തെ ബെൻഡിങ് മൊമെൻ്റ് ആണ്. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് ഫോർ ദി റെസ്പെക്റ്റീവ് സെക്ഷൻ ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, E എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അത് മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. ബീമിൻ്റെ മെറ്റീരിയൽ എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ I എന്ന് പറയുന്നത് അവിടുത്തെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ.
ഓക്കെ, അത് ബീമിൻ്റെ ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ കാസ്റ്റിഗ്ലിയാനോസ് തിയറം വെച്ചിട്ട് ബൈ കാസ്റ്റിഗ്ലിയാനോസ് തിയറം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കാസ്റ്റിഗ്ലിയാനോസ് തിയറം വെച്ചിട്ട് ഡിഫ്ലക്ഷൻ. ഓക്കെ, ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഐ. ഓക്കെ, ഡെൽറ്റ ഐ അല്ലെങ്കിൽ എക്സ് ഐ. ഓക്കെ, ഡെൽറ്റ ഐ കിട്ടുന്നെങ്കിൽ ഡോ യു ബൈ ഡോ ഡബ്ല്യു ഐ ചെയ്താൽ മതി അല്ലേ. അപ്പം ഡെൽറ്റ ഐ കിട്ടാൻ വേണ്ടി ഇൻ്റഗ്രൽ 0 to L m/E ഡോ എം ബൈ ഡോ ഡബ്ല്യു ഐ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ആ ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷനുണ്ട്. ഓക്കെ, ബീമിൻ്റെ സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷനാണ് ഇൻ്റഗ്രൽ 0 to L m²/2EA dx. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത് ഈ സ്ട്രെയിൻ എനർജി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം, ഓക്കെ, അതായത് ഇൻ്റഗ്രേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു വാല്യൂ കിട്ടിയിട്ട് ആ വാല്യൂ എടുത്ത് നമ്മൾ ആ വാല്യൂവിൻ്റെ എന്ത് ചെയ്യുകയാണ്, ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഓക്കെ, പക്ഷേ നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം ഈ ഇൻ്റഗ്രൽ സോൾവ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ നമ്മൾ ഇതുപോലെ ഒന്ന് മാറ്റി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നത്. അതായത് ഈ ഇക്വേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ ഈ സ്ട്രെയിൻ എനർജി യുവിൻ്റെ ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷമാണ് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. എന്തായാലും ഇവിടെ ഒരു ഇൻ്റഗ്രലും ഉണ്ട്, ഒരു ഡെറിവേറ്റീവ് ഉണ്ട്. ഓക്കെ, അപ്പം നോർമൽ പ്രൊസീജിയർ വെച്ചിട്ടാണെങ്കിൽ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞിട്ടാണ് ഡെറിവേറ്റീവ് ഇവിടെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം ആ ഒരു ടേമിനെ എൻറ്റയർ ടേമിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ എം എന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡബ്ല്യു ആണ്. ഓക്കെ, ലോഡിൻ്റെ ഒരു ഫംഗ്ഷനാണ് മൊമെൻ്റ് എന്ന് പറയുന്നത്. കാരണം മൊമെൻ്റ് എന്ന് പറയുന്നത് ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും ഡോ m²/ഡോ ഡബ്ല്യു ഐ എന്ന് വരും. 1/2EA എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യാം. ഈ m² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യു എടുക്കുമ്പോഴത്തേക്കും 2m ഇൻറ്റു ഡോ എം ബൈ ഡോ ഡബ്ല്യു എന്ന് വരും. ഓക്കെ, m² ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2m ഇൻറ്റു ഡോ എം ബൈ ഡോ ഡബ്ല്യു എന്ന് വരും. ഓക്കെ, അവിടെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത ജനറേറ്റ് ചെയ്ത 2ഉം ഇവിടെ ഡിനോമിനേറ്ററിലുണ്ടായിരുന്ന 2ഉം കൂടെ ക്യാൻസൽ ചെയ്തു പോകും. അങ്ങനെയാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to L m/EA ഡോ എം ബൈ ഡോ ഡബ്ല്യു ഐ ഇൻറ്റു ഡി എക്സ് എന്ന് വരുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് എന്തും കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് അവിടുത്തെ സ്ലോപ്പും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ ഡോ യു ബൈ ഡോ എം ഐ ചെയ്താൽ മതി. ഡോ യു ബൈ ഡോ എം ഐ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്ലോപ്പും കാൽക്കുലേറ്റ് ചെയ്യാം. സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ 0 to L m/EA ഡോ യു ബൈ ഡോ എം ഐ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇതിൽ എം ഐ എന്ന് പറയുന്നത് ഈസ് ദി വിർച്വൽ കപ്പിൾ അറ്റ് ദി പോയിന്റ് m is taken as 0 before integration. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിർച്വലായിട്ട് ലോഡോ അല്ലെങ്കിൽ മൊമെൻറ്റോ എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം ആ വിർച്വൽ ലോഡ് അല്ലെങ്കിൽ വിർച്വൽ മൊമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, നെഗ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അതിനെ 0 ആയിട്ട് എടുത്തതിന് ശേഷം വേണം ബാക്കി സോൾവ് ചെയ്യാം. ഓക്കെ, ഇവിടെയാണെങ്കിലും എം എന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എം ഐ. ഓക്കെ, എം ഈസ് ദി ബെൻഡിങ് മൊമെൻറ്റ് ഫോർ ദി പർട്ടിക്കുലർ സെക്ഷൻ, എം ഐ ഈസ് ദി വിർച്വൽ കപ്പിൾ. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്ത ആ ഒരു കപ്പിൾ വാല്യൂ ആണ് എം ഐ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കാസ്റ്റിഗ്ലിയാനോസ് തിയറം യൂസ് ചെയ്തിട്ട് കാസ്റ്റിഗ്ലിയാനോസ് തിയറത്തിൻ്റെ പ്രൂഫും അതിൽ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമുലാസ് എന്ന് പറയുന്നത് ഈ രണ്ട് ഫോമുലാസുമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് ഫോമുലാസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്യും. ഓക്കെ, സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ ഓർത്തിരിക്കുക ഫോർ എ ബി.
നെക്സ്റ്റ് കാൽക്കുലേറ്റ് ദി ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് സി ഫോർ ദി ബീം ഷോൺ ഇൻ ഫിഗർ യൂസ് കാസ്റ്റിഗ്ലിയാനോസ് തിയറം. ഓക്കെ, അപ്പോൾ കാസ്റ്റിഗ്ലിയാനോസ് തിയറം യൂസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ബീമിൻ്റെ ഡിഫ്ലക്ഷൻ സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എ ബി തന്നിട്ടുണ്ട്. ഓക്കെ, എ ബി എന്ന് പറയുന്ന ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ഓക്കെ, എ ബി എന്ന് പറയുന്ന ഈ ഒരു ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് L, എയും ബിയിലും ആണ് ഈ ബീമിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, ശരി. ഇനി ലെഫ്റ്റ് എൻഡ് എയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസും ലെഫ്റ്റ് എൻഡ് എയിൽ നിന്ന് സ്മോൾ എ ഡിസ്റ്റൻസ്, ഓക്കെ, സ്മോൾ എ ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു പോയിന്റ് സി കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ആ പോയിന്റ് സിയിൽ ഒരു പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്യുവാണ്. പോയിന്റ് ലോഡ് വന്നിട്ട് ക്യാപിറ്റൽ W. ഓക്കെ, ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് L ആണ്. ലെഫ്റ്റ് എൻഡിൽ നിന്ന് എ ഡിസ്റ്റൻസ് മാറിയിട്ട് സ്മോൾ എ ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു പോയിന്റ് സി കൺസിഡർ ചെയ്തു. ഓക്കെ, ആ പോയിന്റിൻ്റെ പൊസിഷൻ റൈറ്റ് എൻഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ സ്മോൾ ബി ഡിസ്റ്റൻസ് മാറിയിട്ട്. ഓക്കെ, അപ്പം ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയതുകൊണ്ട് എന്തായാലും ഫസ്റ്റ് സ്റ്റെപ്പിൽ വന്നിട്ട് നമുക്ക് ഇവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻ ആർ എയും ആർ ബിയും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് സ്റ്റെപ്പ് 1 വന്നിട്ട് കാൽക്കുലേറ്റ് ആർ എ ആൻഡ് ആർ ബി. ആർ എ ആർ ബി എന്ന് പറയുന്നതാണ് സപ്പോർട്ട് റിയാക്ഷൻ. അപ്പോൾ കാൽക്കുലേറ്റ് ആർ എ ആൻഡ് ആർ ബി. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സമ്മേഷൻ ഓഫ് ദി ഫോഴ്സസ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ ഈക്വൽ ടു 0 ആൻഡ് ടേക്കിംഗ് മൊമെൻറ്റ് എബൌട്ട് പോയിന്റ് എ അല്ലേ, ഏതെങ്കിലും ഒരു സപ്പോർട്ട് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് മൊമെൻറ്റ് എടുക്കുമ്പോഴത്തേക്ക് അത് 0 ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ സിഗ്മ എം എ ഈക്വൽ ടു 0. ഓക്കെ, ഇത് രണ്ടും വെച്ച് നമ്മൾ ഓൾറെഡി ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിലേക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആർ എയുടെ വാല്യൂ എന്ന് പറയുന്നത് ആർ എ ഈക്വൽ ടു WB/L, ആർ എ ഈക്വൽ ടു WB/L എന്നും ആൻഡ് ആർ ബി ഈക്വൽ ടു W ഇൻറ്റു A/L എന്നും കിട്ടും. ഓക്കെ, W ഇൻറ്റു A/L. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് കിട്ടി. ഓക്കെ, ഇത് നിങ്ങൾ സാധാ ചെയ്യുന്ന രീതിയിൽ സോൾവ് ചെയ്ത് നോക്കുക. ആർ എ ആർ ബിയുടെ വാല്യൂസ് ഈ തരത്തിൽ കിട്ടും. ഓക്കെ, ഇനി സ്റ്റെപ്പ് 2 നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 2 നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മൊമെൻറ്റിൻ്റെ വാല്യൂസാണ് വേണ്ടത്. ഓക്കെ, അപ്പം ഈ ഒരു ബീം നോക്കുവാണെങ്കിൽ ഈ ബീമിനെ 2 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. AC എന്ന് പറയുന്ന ഫസ്റ്റ് പോർഷനും പിന്നെ BC എന്ന് പറയുന്ന സെക്കൻഡ് പോർഷൻ. ഓക്കെ, അപ്പം 4 സെക്ഷൻ അല്ലെങ്കിൽ 4 പോർഷൻ AC എന്ന് പറയുന്ന റീജിയൻ. ഓക്കെ, പോർഷൻ AC എന്നോ അല്ലെങ്കിൽ ഫോർ റീജിയൻ AC. ഓക്കെ, ഈ ഒരു റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും കൺസിഡർ a section at distance small letter x from A to small letter x from A അല്ലേ. അതായത് എ സി എന്ന് പറയുന്ന പോർഷന് വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ആ സെക്ഷനിലെ മൊമെൻ്റ് എന്ന് പറയുന്നത് ആ സെക്ഷനിലെ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആർ എ ഇൻറ്റു എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം ബീമിൻ്റെ ഫിഗർ നോക്കുവാണെങ്കിൽ ഇവിടെ ആർ എ എന്ന് പറയുന്നതുകൊണ്ട്. ഓക്കെ, ഇവിടെയാണ് പോയിന്റ് സി വരുന്നത്, ഇവിടെയാണ് W വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോർഷൻ എ സി എന്ന് പറയുന്ന പോർഷനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഓക്കെ ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യണം, സ്മോൾ ലെറ്റർ എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട്. ഓക്കെ, അപ്പോൾ അവിടുത്തെ മൊമെൻറ്റ് എം എന്ന് പറയുന്നത് എം ഈക്വൽ ടു ആർ എ ഇൻറ്റു എക്സ്. അതിൽ ആർ എയുടെ വാല്യൂ എന്ന് പറയുന്നത് WB അല്ലേ, WB/L ഇൻറ്റു എക്സ് എന്ന് വരും അല്ലേ. WB/L ആണ് ആർ എയുടെ വാല്യൂ, അപ്പോൾ WB/L ഇൻറ്റു എക്സ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീജിയനിലെ തന്നെ ∂M/∂W കൂടെ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ∂M/∂W. ഓക്കെ, ∂M/∂W ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഈ ഒരു ടേമിൻ്റെ വേണം ഡെറിവേറ്റീവ് എടുക്കാം. ഓക്കെ, ആ ഒരു ടേമിൽ ഓൾറെഡി ഒരു W ഉണ്ട്, അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും BX/L എന്നാണ്. ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് BX/L എന്നായിട്ട് വാല്യൂ മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട 2 വാല്യൂസ്, ഒന്ന് മൊമെൻറ്റിൻ്റെ വാല്യൂ പിന്നെ ഒന്ന് ∂M/∂Wൻ്റെ വാല്യൂ. ഓക്കെ, ഇത് ഏത് പോർഷനാണ്? ഫസ്റ്റ് പോർഷൻ 4 പോർഷൻ AC എന്ന് പറയുന്ന പോർഷനുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഈ റീജിയനിലുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു.
ഓക്കെ, ഇനി നെക്സ്റ്റ് വേണ്ടത് നമുക്ക് സെക്കൻഡ് റീജിയൻ എന്ന് പറയുന്ന ഏതാണുള്ള ഇനി ബി സി എന്ന് പറയുന്ന പോർഷനാണ്. ഓക്കെ, അപ്പോൾ ഫോർ പോർഷൻ ബി സി സെക്കൻഡ് സ്റ്റെപ്പിൽ വന്നിട്ട് ഫോർ പോർഷൻ ബി സി. ഓക്കെ, ബി സി എന്ന് പറയുന്ന റീജിയന് വേണ്ടി നമുക്ക് ചെയ്യാൻ എളുപ്പ മെത്തേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി സി എന്ന് പറയുന്ന റീജിയനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ബി സി എന്ന് പറയുന്ന പോർഷൻ എടുക്കുക, എന്നിട്ട് ബിയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് മറ്റൊരു സെക്ഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പം പോർഷൻ ബി സിയിൽ കൺസിഡർ എ സെക്ഷൻ അറ്റ് ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ എക്സ് ഫ്രം ബി. ഓക്കെ, ഇത് പുതിയൊരു സെക്ഷനാണ്. ഓക്കെ, അപ്പം ബി സി എന്ന് പറയുന്ന റീജിയൻ ചൂസ് ചെയ്തു. ഓക്കെ, ബി സി എന്ന് പറയുന്ന റീജിയൻ ഇവിടെയാണ് സപ്പോർട്ട് ബി വരുന്നത്. ഓക്കെ, ഇവിടെ സപ്പോർട്ട് റിയാക്ഷൻ ആർ ബി ഉണ്ട്. ഇതാണ് നമ്മുടെ സി എന്ന് പറയുന്ന പോയിന്റിലാണ് ആ ലോഡ് ഡബ്ല്യു ഉള്ളത്. ഓക്കെ, ഇത്തവണ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് സെക്ഷൻ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ബിയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് സെക്ഷൻ ചൂസ് ചെയ്തു. ഓക്കെ, എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് ആർ ബിയുടെ വാല്യൂ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. ആർ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് WA/L. ഓക്കെ, അപ്പം ഇവിടുത്തെ മൊമെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് M = RB × X എന്ന് വരും. ഓക്കെ, RB × X എന്ന് പറയുന്നത് WA/L × X. ഓക്കെ, നെക്സ്റ്റ് ∂M/∂W ചെയ്യാം. ∂M/∂W ചെയ്യുമ്പോഴത്തേക്കും AX/L എന്ന് കിട്ടും. AX/L. ഓക്കെ, അപ്പോൾ ഇവിടെ ബി സി എന്ന് പറയുന്ന പോർഷനിൽ നമുക്ക് രണ്ട് വാല്യൂസാണ് വേണ്ടത്, ഒന്ന് ഇതും പിന്നെ ഒന്ന് ഇതും. ഓക്കെ, അതായത് എമ്മിൻ്റെ വാല്യൂം പിന്നെ ∂M/∂Wൻ്റെ വാല്യൂ. എമ്മിൻ്റെ വാല്യൂം ∂M/∂Wൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ കാസ്റ്റിഗ്ലിയാനോസ് തിയറം യൂസ് ചെയ്തിട്ട് ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകാം. ഓക്കെ, അപ്പോൾ അടുത്തത് സ്റ്റെപ്പ് 3 ബൈ കാസ്റ്റിഗ്ലിയാനോസ് തിയറം. കാസ്റ്റിഗ്ലിയാനോസ് തിയറം യൂസ് ചെയ്തിട്ട് ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് സി. അതായത് ആ ലോഡ് അപ്ലൈ ചെയ്ത പോയിന്റിലുള്ള ഡിഫ്ലക്ഷൻ. ഓക്കെ, അതായത് ΔC = ∂U/∂W അല്ലേ. സിയിൽ വന്നിരിക്കുന്ന ലോഡ് എന്ന് പറയുന്നത് W ആണല്ലോ, അതുകൊണ്ട് ∂U/∂W. ഓക്കെ, ഇതിനെ തന്നെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ഇൻ്റഗ്രൽ 0 to L. ഓക്കെ, ഇൻ്റഗ്രൽ 0 to L M/EI into ∂M/∂W into dx. ഓക്കെ, അപ്പം ഈ റിലേഷനാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇൻ്റഗ്രൽ 0 to L എന്ന് പറയുമ്പോൾ ടോട്ടൽ ബീമിൻ്റെ ലെങ്താണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ΔC എന്ന് പറയുന്നത്. ഓക്കെ, ΔC കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ΔC = ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയാണ്, ഇൻ്റഗ്രൽ 0 to A അല്ലേ. ഇൻ്റഗ്രൽ 0 to A M/EI ∂M/∂W dx പ്ലസ് ഇൻ്റഗ്രൽ 0 to B M/EI ∂M/∂W dx. ഓക്കെ, ഇതെങ്ങനെയാണ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നത് ഈ റീജിയൻ എന്ന് പറയുന്നത് പോർഷൻ എ സിയുടേതാണ്. ഓക്കെ, ഈ സെക്കൻഡ് ടേം എന്ന് പറയുന്ന പോർഷൻ ബി സിയുടേതാണ്. ഓക്കെ, ഇനി പോർഷൻ എ സിയിലുള്ള മൊമെൻറ്റിൻ്റെ വാല്യൂ. ഓക്കെ, പോർഷൻ എ സിയിലുള്ള മൊമെൻറ്റിൻ്റെ വാല്യൂ വെച്ചിട്ട് ഈ എമ്മിനെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ആ പോർഷൻ എ സിയിലുള്ള ∂M/∂Wൻ്റെ വാല്യൂ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക.
ഓക്കെ. ഇനി പോർഷൻ ബി സിയിൽ ഉള്ള രണ്ട് വാല്യൂസ്. ഓക്കെ, പോർഷൻ ബി സിക്ക് മറ്റൊരു എമ്മിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോർഷൻ ബി സിക്ക് ഒരു ഡോ എം ബൈ ഡോ ഡബ്ല്യുവിൻ്റെ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാല്യൂസും അവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ റീപ്ലേസ്മെൻറ്റ്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് എ സിയുടെ വാല്യൂസ് റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ഡെൽറ്റ സി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു എ. ഓക്കെ, എ സി എന്ന് പറയുന്ന പോർഷനിലെ മൊമെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡബ്ല്യു ബി ബൈ എൽ ഇൻറ്റു എക്സ് ആയിരുന്നു. ഓക്കെ, ഈ 1/EI ഇങ്ങ് പുറത്തെടുക്കാം. ഓക്കെ, പിന്നെ ഇവിടെ ഡോ എം ബൈ ഡോ ഡബ്ല്യു ഉണ്ട്. ഓക്കെ, അപ്പോൾ എ സി എന്ന് പറയുന്ന പോർഷനിൽ ഡോ എം ബൈ ഡോ ഡബ്ല്യു എന്ന് പറയുന്നത് ബി എക്സ് ബൈ എൽ ആണ്. ബി എക്സ് ബൈ എൽ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് പോർഷനിലായി പ്ലസ് 1/EI ഇൻ്റഗ്രൽ 0 ടു ബി ഇനി സെക്കൻഡ് പോർഷൻ ബി സിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബി സിയുടെ എമ്മിൻ്റെ വാല്യൂം അതുപോലെ തന്നെ ബി സിയിൽ ഡോ എം ബൈ ഡോ ഡബ്ല്യുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബി സിയുടെ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡബ്ല്യു എ ബൈ എൽ ഇൻറ്റു എക്സ്. ഓക്കെ, ഇൻറ്റു എ എക്സ് ബൈ എൽ ഡി എക്സ്. ഓക്കെ, ഇതിൽ ഈ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എ സി എന്ന് പറയുന്ന റീജിയൻ്റെതും ഈ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഡി സി എന്ന് പറയുന്ന റീജിയൻ്റെതുമാണ്. ഓക്കെ, ശരി. അപ്പോൾ ഈ രണ്ട് റീജിയനും കൂടെ ഒരുമിച്ചതാണ് നമ്മുടെ എൻറ്റയർ ബീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഡെൽറ്റ സി ഈക്വൽ ടു സോൾവ് ചെയ്യുക, ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഡബ്ല്യു എ സ്ക്വയർ ബി സ്ക്വയർ ബൈ 3EI L സ്ക്വയർ 3EI L സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബി എന്ന് വരും. ഓക്കെ, ഇതിൽ എ പ്ലസ് ബിക്ക് പകരം വീണ്ടും നിങ്ങൾക്ക് എൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡബ്ല്യു എ സ്ക്വയർ ബി സ്ക്വയർ ഇൻറ്റു എൽ എന്ന് വരും. ആ എല്ലും താഴത്തെ ഡിനോമിനേറ്ററിലുള്ള എൽ സ്ക്വയറുമായിട്ട് ക്യാൻസൽ ചെയ്തു പോകും. മിച്ചം ഡിനോമിനേറ്ററിലെന്ന് പറയുന്നത് ഒരു എല്ല്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഡിഫ്ലക്ഷൻ വാല്യൂ നിങ്ങൾക്ക് കിട്ടി. ഡിഫ്ലക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ സി ഈക്വൽ ടു ഡബ്ല്യു എ സ്ക്വയർ ബി സ്ക്വയർ ബൈ 3EIL. ഓക്കെ, അപ്പം ഈ ഒരു പ്രോബ്ലത്തിൽ ഡെൽറ്റ സിയുടെ വാല്യൂ ഇങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് ഇഫ് ലോഡ് ഈസ് അറ്റ് ദി മിഡ് സ്പാൻ. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഈ ബീമിൻ്റെ കൃത്യം നടുക്കാണ് ലോഡ് വരുന്നതെങ്കിൽ എന്ത്? ഓക്കെ, ബീമിൻ്റെ നടുക്കാണെന്ന് വിചാരിക്കുക. ഈ ഡബ്ല്യു എന്ന് പറയുന്നത് ഇവിടെയാണ് വന്നതെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ലോഡ് വരുമ്പോഴത്തേക്കും എയുടെ വാല്യൂ എന്ന് പറയുന്നത് L/2 ആവും, ബിയുടെ വാല്യൂ എന്ന് പറയുന്നതും L/2 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഇഫ് ലോഡ് ഈസ് അറ്റ് ദ മിഡ് സ്പാൻ. ഓക്കെ, അത് ഇനി സെപ്പറേറ്റ് സോൾവ് ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ അകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ട് എ ഈക്വൽ ടു ബി ഈക്വൽ ടു L/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെയർഫോർ ഡെൽറ്റ സി ഈക്വൽ ടു ഡബ്ല്യു L/2 ദ ഹോൾ സ്ക്വയർ L/2 ദി ഹോൾ സ്ക്വയർ ബൈ 3EIL. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഡബ്ല്യു എൽ ക്യൂബ് ബൈ 48EI WL ക്യൂബ് ബൈ 48EI എന്ന് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് ലോഡ് മിഡ് സ്പാനിലായിരുന്നെങ്കിൽ WL ക്യൂബ് ബൈ 48EI. Okay, next question. Find the deflection at the free end of a cantilever. Okay, free end of a cantilever which carries a UDL and a point load at the free end. Okay, അപ്പോൾ ഇത്തവണ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഒരു കാൻറ്റിലിവർ ബീമാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമല്ല, കാൻറ്റിലിവർ ബീമാണ്. ബീം നെയിമിംഗ് എന്ന് പറയുന്നത് എ ബി. അതിൽ ലെഫ്റ്റ് ഹാൻഡ് അത് എ എന്ന് പറയുന്നത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എ ബി എന്ന് പറയുന്നതാണ് ബീം. ഓക്കെ, അപ്പോൾ ഈ ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എൽ ലെങ്ത് ആണ്. ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എൽ. ഓക്കെ, അപ്പോൾ ഈ ബീമിൽ രണ്ട് തരം ലോഡുകളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ലോഡ് എന്ന് പറയുന്നത് ആ ഫ്രീ എൻഡിലുള്ള ഒരു പോയിൻ്റ് ലോഡും പിന്നെ വന്നിരിക്കുന്നത് ത്രൂ ഔട്ട് ദി ലെങ്ത്തിലുള്ള
ഒരു UDL അല്ലെങ്കിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ആ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് W പെർ ലെങ്ത്. ഓക്കെ, സ്മോൾ ലെറ്റർ W പെർ ലെങ്ത് എന്ന് പറയുന്നത് UDLൻ്റെ വാല്യൂ. ഓക്കെ, പിന്നെ പോയിൻ്റ് ലോഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ W വന്നിട്ട് ഫ്രീ എൻഡിലാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫൈൻഡ് ദി ഡിഫ്ലക്ഷൻ അറ്റ് ദി ഫ്രീ എൻഡ്. ഈ പോയിന്റിൽ സംഭവിച്ചിരിക്കുന്ന ഡിഫ്ലക്ഷനാണ്. ഓക്കെ, അപ്പം ഈ ബീമിൻ്റെ അകത്ത് ഈ തരത്തിൽ ലോഡ് വരുമ്പോഴത്തേക്കും ബീം ഈ ഒരു ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഇത് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഡിഫ്ലക്റ്റായി മാറും. ഓക്കെ, അപ്പം ഈ B എന്ന് പറയുന്ന പോയിന്റ് B' എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഡിഫ്ലക്ഷൻ ഡെൽറ്റ അല്ലെങ്കിൽ ഡെൽറ്റ B ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. രണ്ട് തരം ലോഡ്സ്. ഓക്കെ, ഒരെണ്ണം ഒരു UDLും പിന്നെ ഈ എൻഡിലായിട്ട് ഒരു പോയിൻ്റ് ലോഡ്. ഓക്കെ, അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പോയിന്റിലാണോ ആ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അവിടെ ഒരു പോയിൻ്റ് ലോഡ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇല്ലാത്ത കേസുകളിൽ നമ്മൾ ഒരു അസ്യൂംഡ് ലോഡ് അല്ലെങ്കിൽ ഒരു ഫിക്റ്റീഷ്യസ് ലോഡ് അസ്യൂം ചെയ്തിട്ട് വേണം അവിടെ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കേസിൽ ആ ഒരു ബുദ്ധിമുട്ടില്ല. ഇവിടെ ഓൾറെഡി ആ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ട പോയിന്റ് Bയിലാണ്. അവിടെ ഒരു പോയിന്റ് ലോഡ് ഉണ്ട്, W ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പം കാൻഡിലിവർ ബീം ആയതുകൊണ്ട് സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അപ്പോൾ പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെക്ഷൻ അസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, കാൻഡിലിവർ ബീംസിൽ നമ്മൾ മുമ്പ് സെക്ഷൻസ് അസ്യൂം ചെയ്ത പോലെ തന്നെ ഫ്രീ എൻഡിൽ നിന്ന് വേണം സെക്ഷൻ അസ്യൂം ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ ഫ്രീ എൻഡിൽ നിന്ന് X ഡിസ്റ്റൻസ് മാറിയിട്ട് ഞാനൊരു സെക്ഷൻ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, ഫ്രീ എൻഡിൽ നിന്ന് സ്മോൾ x ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു സെക്ഷൻ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെക്ഷനിലെ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, അപ്പം ബെൻഡിങ് മൊമെൻറ്റ് ഇവിടെ ഇപ്പം രണ്ടായിട്ട് തിരിക്കേണ്ട കാര്യമില്ല, ഒരു സിംഗിൾ റീജിയനാണ് അല്ലേ. AB എന്ന് പറയുന്ന ഒരു സിംഗിൾ റീജിയനായിട്ട് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ബെൻഡിങ് മൊമെൻറ്റ്, ആ ഒരു റീജിയനുള്ള ബെൻഡിങ് മൊമെൻറ്റ് ത്രൂ ഔട്ട് സെയിം ആയിരിക്കും. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ x ഫ്രം ഫ്രീ എൻഡ് ക്യാപിറ്റൽ B. ഓക്കെ, അപ്പോൾ ആ ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് M ഈക്വൽ ടു. ഓക്കെ, അപ്പം ഈ റീജിയനിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് വേണം വേണ്ടത്. ഓക്കെ, അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ പോയിന്റ് ലോഡിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പോയിന്റ് ലോഡിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് W ഇൻറ്റു ഡിസ്റ്റൻസ് X. ഓക്കെ, പിന്നെ വന്നിട്ട് ഈ സെക്ഷനിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ UDLൻ്റെ കോൺട്രിബ്യൂഷനുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന UDL എന്ന് പറയുന്നത് ഈ ഒരു UDLൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഈ UDL എന്ന് പറയുന്നത് W പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് X ഡിസ്റ്റൻസ് ആണുള്ളത്. ഫ്രീ എൻഡിൽ നിന്ന് X ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മൾ സെക്ഷൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഈ UDLന് ഇക്വലൻ്റ് ആയിട്ടുള്ള പോയിന്റ് ലോഡ് എന്ന് പറയുന്നത് W ഇൻറ്റു X ആയിരിക്കും. ഓക്കെ, W ഇൻറ്റു സ്മോൾ ലെറ്റർ W ഇൻറ്റു സ്മോൾ ലെറ്റർ X. അത് എത്ര ഡിസ്റ്റൻസിലാണ്? ഇവിടെ നിന്ന് X/2 ഡിസ്റ്റൻസ്, കാരണം ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് X ആണ്. ഓക്കെ, അപ്പോൾ ഇത് മുതൽ ഈ പോയിന്റ് ലോഡ് വരെ W ഇൻറ്റു X എന്ന് പറയുന്ന പോയിന്റ് ലോഡ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് X/2 വരെ. ഓക്കെ, അപ്പം ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് WX ഇൻറ്റു X/2. ഓക്കെ, WX ഇൻറ്റു X/2. ഓക്കെ, ഈ രണ്ട് മൊമെൻറ്റ്സും നേരെ എന്താണ് ഈ ക്രൈം നേച്ചറാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടും ഇങ്ങനെ താഴത്തേക്കാണ് ബെൻഡ് ചെയ്യിക്കുന്നത് ബീമിന്. അതുകൊണ്ട് ഇത് രണ്ടും നെഗറ്റീവായിട്ട് തന്നെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് -WX -WX²/2. ഓക്കെ, ഇതാണ് ഇവിടുത്തെ മൊമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മൊമെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ∂M/∂W ചെയ്യുക. ഓക്കെ, അതായത് നമുക്ക് ഏത് പോയിൻറ്റിൻ്റെയാണോ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ടത് അവിടുത്തെ ലോഡിന് വിത്ത് റെസ്പെക്റ്റുമായിട്ട് ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് പോയിന്റ് ബിയിലാണ് വേണ്ടത്, അവിടുത്തെ ലോഡ് എന്ന് പറയുന്നത് W ആണ്. അതുകൊണ്ടാണ് ∂M/∂W എടുത്തത്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും -X എന്ന് വരും, -X. ഓക്കെ, ഈ ടേമിനെയാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ -WXൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -X, ഈ ടേം എന്ന് പറയുന്നത് 0 ആയിപ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസും കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് എമ്മിൻ്റെ വാല്യൂവും കിട്ടി, ഇപ്പം ∂M/∂Wൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി കാസ്റ്റിഗ്ലിയാനോസ് തിയറം അപ്ലൈ ചെയ്യാം. ബൈ കാസ്റ്റിഗ്ലിയാനോസ് തിയറം വെച്ചിട്ട് ഡെൽറ്റ B ഈക്വൽ ടു
ഡെൽറ്റ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to L ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് ഇൻ്റഗ്രൽ 0 to L അതാണ് ലിമിറ്റ്സ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇൻ്റഗ്രൽ 0 to L എം ബൈ ഇ ഐ ഡോ എം ബൈ ഡോ ഡബ്ല്യു ഡി എക്സ്. ഓക്കെ, എം ബൈ ഇ ഐ ഡോ എം ബൈ ഡോ ഡബ്ല്യു ഇ എക്സ്. ഓക്കെ, ഇതിൽ എമ്മിൻ്റെ വാല്യൂ ഇത് ഇവിടെയുണ്ട്. എമ്മിൻ്റെ വാല്യൂ ഡോ എം ബൈ ഡോ ഡബ്ല്യുവിൻ്റെ വാല്യൂ അത് ഇവിടെയുണ്ട്. ഡോ എം ബൈ ഡോ ഡബ്ല്യുവിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വാല്യൂസും എടുത്ത് ഇവിടത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 1/EI കോമൺ ആണ്. 1/EI ഇങ്ങ് പുറത്തെടുക്കാം. 1/EI ഇൻ്റഗ്രൽ 0 to L എം എന്ന് പറയുന്നത് മൈനസ് ഡബ്ല്യു എക്സ് മൈനസ് സ്മോൾ ലെറ്റർ ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2 ഹോൾ ഇൻറ്റു ഡോ എം ബൈ ഡോ ഡബ്ല്യു എന്ന് പറയുന്നത് മൈനസ് എക്സ് പിന്നെ ഡി എക്സ്. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1/EI ഇൻറ്റു ഡബ്ല്യു 1/EI ഇൻറ്റു ഡബ്ല്യു L cube by 3 പ്ലസ് WL raised to 4/8 WL raised to 4/8. ഓക്കെ, ഇവിടെ നമുക്ക് ഡിഫ്ലക്ഷൻ കിട്ടിയപ്പോഴത്തേക്കും പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും? ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. ഇവിടുത്തെ പോസിറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ദി എൻറ്റയർ വാല്യൂ ഇസ് പോസിറ്റീവ്. പോസിറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ഡിഫ്ലക്ഷൻ ഈസ് ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, ഇപ്പം ഈ തരത്തിൽ നമുക്ക് കാന്റിലിവറിൻ്റെ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിറ്റർമിൻ ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് അറ്റ് ദി ഫ്രീ എൻഡ് ഓഫ് എ കാന്റിലിവർ വിത്ത് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓൺ ദി ഹോൾ സ്പാൻ. ഓക്കെ, അപ്പോൾ ഇത്തവണ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കാന്റിലിവർ ബീം തന്നെയാണ്. ആ കാന്റിലിവർ ബീമിൽ ലെങ്ത്ത് L ഉണ്ട്, ലെഫ്റ്റ് എൻഡ് എ ഫിക്സ് ചെയ്തിരിക്കുകയാണ്, ഫ്രീ എൻഡ് എന്ന് പറയുന്നത് ബി. ഈ ബീമിന് മുകളിലായിട്ട് ഒരു UDL യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഹാവിങ് എ വാല്യൂ ഓഫ് W പെർ ലെങ്ത്, സ്മോൾ ലെറ്റർ W പെർ ലെങ്ത് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ഈ ബീം എന്തായാലും ഈ ലോഡിൻ്റെ ഇൻഫ്ലുവൻസിൽ നേരെ താഴത്തേക്ക് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഡിഫ്ലക്ഷൻ ഫ്രീ എൻഡിൽ സംഭവിച്ചിരിക്കുന്ന ഡിഫ്ലക്ഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളടുത്ത് ഡിഫ്ലക്ഷൻ ചോദിച്ചിരിക്കുന്ന ആ ഒരു പോയിന്റിൽ, അതായത് പോയിന്റ് ബിയിൽ സംഭവിക്കുന്ന ഡിഫ്ലക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ആ പോയിന്റിൽ എക്സാക്റ്റ് ആയിട്ട് ഒരു പോയിന്റ് ലോഡ് വന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരു പോയിന്റ് ലോഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ബി ഈക്വൽ ടു ഡോ യു ബൈ ഡോ ഡബ്ല്യു ആ ലോഡ് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഒരു പോയിന്റ് ലോഡ് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി അസ്യൂം ഡിഫ്ലക്ഷൻ അറ്റ് ദി ഫ്രീ എൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വി അസ്യൂം എ പോയിന്റ് ലോഡ്. ഓക്കെ, കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ പോയിന്റ് ലോഡ്, കോൺസെൻട്രേറ്റഡ് ലോഡ് അല്ലെങ്കിൽ പോയിന്റ് ലോഡ്. ഈ ലോഡിനെ ഡബ്ല്യു, ഈ ലോഡിനെ നമ്മൾ ഫിക്റ്റീഷ്യസ് ലോഡ് എന്നാണ് വിളിക്കുക. ഫിക്റ്റീഷ്യസ് ലോഡ് അല്ലെങ്കിൽ വിർച്വൽ ലോഡ്. ഫിക്റ്റീഷ്യസ് ലോഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ലോഡ് ആക്ച്വലി അവിടെ ഇല്ല, പക്ഷേ നമ്മൾ ഒരു ലോഡിനെ അങ്ങ് അസ്യൂം ചെയ്യുകയാണ്. ഈ അസ്യൂമേ പോയിന്റ് ലോഡ് W അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് ലോഡ് അറ്റ് ദി ഫ്രീ എൻഡ്, ഓക്കെ, അറ്റ് ദി ഫ്രീ എൻഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അസ്യൂം ചെയ്തിരിക്കുന്ന ആ ഫിക്റ്റീഷ്യസ് ലോഡാണ് W എന്ന് പറയുന്നത്, ക്യാപിറ്റൽ W എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇവിടെയായിട്ട് ഒരു ഫിക്റ്റീഷ്യസ് ലോഡ്, ഒരു പോയിന്റ് ലോഡ് അങ്ങ് അസ്യൂം ചെയ്യുകയാണ്, ക്യാപിറ്റൽ W. ഓക്കെ, എന്നിട്ട് സൊല്യൂഷൻ്റെ ലാസ്റ്റ് സ്റ്റെപ്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഡിഫറൻസിയേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ, കാസ്റ്റിഗ്ലിയാനോ തിയറം. അപ്പോൾ അതിൽ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഫറൻസിയേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പോയിന്റ് ലോഡ്, ഈ അസ്യൂംഡ് ലോഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളങ്ങ് 0 ആയിട്ട് എടുക്കും. ഓക്കെ, അതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഫിക്റ്റീഷ്യസ് ലോഡ് മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പം ഇതിലും ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെക്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യമേ ആ ലോഡ് ഒരെണ്ണം അസ്യൂം ചെയ്തതിന് ശേഷം പിന്നെ സെക്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ കൺസിഡർ
section at a distance small letter x from free end. Moment at the section. Moment at the section നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിലെ പോലെ തന്നെയാണ് moment at the section എന്ന് പറയുന്നത്. Moment at the section m equal to moment at the section m equal to minus wx minus wx square by 2. ഓക്കെ, അത് തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെയാണ്, അതിൽ ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, ഇനി ഡോ എം ബൈ ഡോ ഡബ്ല്യു ഈക്വൽ ടു മൈനസ് എക്സ്. ഡോ എം ബൈ ഡോ ഡബ്ല്യു ഈക്വൽ ടു മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട രണ്ട് വാല്യൂസ്, ഒന്ന് എമ്മിൻ്റെ വാല്യൂ, പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് ഡോ എം ബൈ ഡോ ഡബ്ല്യുവിൻ്റെ വാല്യൂ. ഡോ എം ബൈ ഡോ ഡബ്ല്യുവിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ആ രണ്ട് വാല്യൂസും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാസ്റ്റിഗ്ലിയാനോസ് തിയറം യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അപ്പം റിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നതാണ് ഫസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബൈ കാസ്റ്റിഗ്ലിയാനോസ് തിയറം deflection at a free end. Deflection at the free end. Deflection at the free end. ഫ്രീ എൻഡിൻ്റെ പേരെന്ന് പറയുന്നത് ബി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രീ എൻഡ് ബി, ദാറ്റ് ഈസ് ഡെൽറ്റ ഡി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to L m by EI ഡോ എം ബൈ ഡോ ഡബ്ല്യു dx ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/EI എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എടുക്കാം. 1/EI എമ്മിന് പകരം നമുക്ക് മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഫിക്റ്റീഷ്യസ് ലോഡ്, ഓക്കെ, ഫിക്റ്റീഷ്യസ് ലോഡ് എന്ന് പറയുന്നത് ഏതാണ്? ഫിക്റ്റീഷ്യസ് ലോഡ് വന്നിട്ട് മൈനസ് ഡബ്ല്യു ആണ്, അല്ലെങ്കിൽ ഡബ്ല്യു ആണ് ഫിക്റ്റീഷ്യസ് ലോഡ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇതിനുള്ളിലേക്ക് ഈ എമ്മിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഫിക്റ്റീഷ്യസ് ലോഡിനെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും? ഫിക്റ്റീഷ്യസ് ലോഡിനെ 0 ആയിട്ടങ്ങ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എമ്മിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഡബ്ല്യു എക്സ് ഇൻറ്റു മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കൊടുക്കേണ്ട കാര്യമില്ല, മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2 മാത്രം കൊടുത്താൽ മതി. ആ ഫിക്റ്റീഷ്യസ് ലോഡിനെ നമ്മളങ്ങ് നെഗ്ലക്റ്റ് ചെയ്യും. ഫിക്റ്റീഷ്യസ് ലോഡ് പിന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് ഈ കാസ്റ്റിഗ്ലിയാനോസ് തിയറം വെച്ച് പ്രൂവ് ചെയ്യുന്നതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ഇവിടുത്തെ ഡോ എം ബൈ ഡോ ഡബ്ല്യു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് വന്നിട്ട് മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, ബ്രാക്കറ്റിലായിട്ട് എഴുതുക ഫിക്റ്റീഷ്യസ് ലോഡ് W is taken as 0 before integrating. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബിഫോർ ഇൻ്റഗ്രേഷൻ ഫിക്റ്റീഷ്യസ് ലോഡ് W is assumed as 0 before integration. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ട് വരുന്ന ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ രീതിയിൽ സോൾവ് ചെയ്യും. അപ്പോൾ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. എക്സിനെ വിത്ത് റെസ്പെക്റ്റുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് WL⁴, സ്മോൾ ലെറ്റർ WL⁴ by 8EI. ഇതാണ് ഡിഫ്ലക്ഷൻ അറ്റ് ബി എന്നുള്ളത് ഈ രീതിയിലാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും നോക്കുവാണെങ്കിൽ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ പ്ലസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, പോസിറ്റീവ് വാല്യൂ ആണ്. അതായത് ഡിഫ്ലക്ഷൻ ഈസ് ഇൻ ദി പോസിറ്റീവ് ഡയറക്ഷൻ. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ഡിഫ്ലക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ലോപ്പ് അറ്റ് ദി ഫ്രീ എൻഡ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡിഫ്ലക്ഷനും ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്ലോപ്പും ചോദിച്ചിട്ടില്ല. സ്ലോപ്പ് അറ്റ് ദി ഫ്രീ എൻഡ്.
ഓക്കെ, അപ്പോൾ ആ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ അസ്യൂം എ ഡമ്മി ക്ലോക്ക് വൈസ് കപ്പിൾ. അസ്യൂം, നേരത്തെ ഫിക്റ്റീഷ്യസ് ലോഡ് അസ്യൂം ചെയ്ത പോലെ അസ്യൂം എ ഡമ്മി ക്ലോക്ക് വൈസ് couple. Assume a dummy clockwise couple MB at B. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്യാൻറ്റിലിവർ ബീം. ഓക്കെ, ഈ എൻഡ് വന്നിട്ട് എ, ഈ എൻഡ് വന്നിട്ട് ബി. ഓക്കെ, ഇതിൽ ത്രൂ ഔട്ടായിട്ട് ഒരു UDL ഉണ്ട്. ഓക്കെ, ഇപ്പം ഇത്തവണ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് W പെർ ലെങ്ത് ആണ് ഇതിൻ്റെ വാല്യൂ. ഇത് ഈ ലോഡിൻ്റെ ഇൻഫ്ലുവൻസ് വരുമ്പോൾ ഇത് നേരെ താഴത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പം ഈ പോയിൻ്റ് B' ആണ്, ഇവിടുത്തെ സ്ലോപ്പാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ലോക്ക് വൈസ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് അല്ലെങ്കിൽ ഒരു കപ്പിൾ, ഓക്കെ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഏത് പോയിന്റിലാണോ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ പോയിന്റിൽ ഒരു ക്ലോക്ക് വൈസ് കപ്പിൾ MB അസ്യൂം ചെയ്യും. ഓക്കെ, ശരി. അത് അസ്യൂം ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ഇനി മൊമെൻ്റ്. ഓക്കെ, മൊമെൻ്റ് ഇതിൽ എന്താണ്, ഫ്രീ എൻഡിൽ നിന്ന് XX എന്ന് പറയുന്ന സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണ് അറ്റ് എ ഡിസ്റ്റൻസ് X ഫ്രം ദി ഫ്രീ എൻഡ്. ഫ്രീ എൻഡിൽ നിന്ന് X ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടുത്തെ മൊമെൻ്റ് അറ്റ് section which is X distance, which is at X distance, which is at X distance from free end. ഓക്കെ, അപ്പോൾ അവിടുത്തെ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ M ഈക്വൽ ടു -MB മൈനസ് W(x²) ഓക്കെ, ഈ മൊമെൻ്റ് എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അസ്യൂംഡ് മൊമെൻ്റ് ഉണ്ട്, അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഓക്കെ, ഇപ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇതിനെ ഈ ബീമിനെ നേരെ താഴത്തേക്കാണ് ബെൻഡ് ചെയ്യിക്കാൻ നോക്കുന്നത്, അതുകൊണ്ടാണ് -MB എടുത്തത്. പിന്നെ ഈ UDLൻ്റെ എഫക്റ്റും കൂടെ കൺസിഡർ ചെയ്യണം. UDL എത്ര ലെങ്ത്തിലേക്കാണ്? X ലെങ്ത്തിലേക്ക്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ പോയിന്റ് ലോഡ് ആക്കുമ്പോഴത്തേക്കും W(x) എന്ന് വരും. ഓക്കെ, അതിൻ്റെ പൊസിഷനിങ് എന്ന് പറയുന്നത് ഇവിടെയായിട്ട് വരും. WX എത്ര ഡിസ്റ്റൻസിലാണ്? X/2 ഡിസ്റ്റൻസിൽ. ഓക്കെ, അപ്പോൾ WX × X/2, അതാണ് W(x²/2) എന്ന് പറയുന്നത്. -1 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് കണക്ക് ക്രൈം നേച്ചർ വരുവാണെങ്കിൽ നമ്മൾ മൊമെൻറ്റ് എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുത്തോളണം. ഓക്കെ, ഇപ്പോൾ ഈ ക്ലോക്ക് വൈസ് അസ്യൂംഡ് മൊമെൻറ്റും നെഗറ്റീവ് തന്നെയാണ്, നമ്മൾ ആ പോയിന്റ് ലോഡ് കാരണം ഉണ്ടായതും നെഗറ്റീവ് തന്നെയാണ്. ഇനി ∂M/∂MB. ഓക്കെ, ∂M/∂MB. ഓക്കെ, ഇവിടെ ലോഡിന് വിത്ത് റെസ്പെക്റ്റുമായിട്ടല്ല, ആ കപ്പിളിന് വിത്ത് റെസ്പെക്റ്റുമായിട്ടാണ് ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് -1 എന്ന് വരും. ഓക്കെ, ∂M/∂MB ഈക്വൽ ടു -1 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് കാസ്റ്റിഗ്ലിയാനോസ് തിയറം അപ്ലൈ ചെയ്യാവുന്നതാണ്. ബൈ കാസ്റ്റിഗ്ലിയാനോസ് തിയറം. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടിയ രണ്ട് വാല്യൂസ്, ഒന്ന് എമ്മിൻ്റെ വാല്യൂ ഇപ്പോൾ കണ്ടുപിടിച്ചു, പിന്നെ ∂M/∂MBയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് by Castigliano's theorem, by Castigliano's theorem, theta b equal to integral 0 to L m/ei dou m by ∂MB dx. ഓക്കെ, ഇതിൽ എമ്മിന് പകരം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ MBയുടെ വാല്യൂ അങ്ങ് 0 ആക്കി കൊടുക്കണം. ഇൻ്റഗ്രൽ 0 to L -W(x²/2). ഓക്കെ, 1/EA ഇങ്ങ് പുറത്തെടുക്കാം. ഓക്കെ, 1/EA ഇങ്ങ് പുറത്തെടുത്തു. എമ്മിന് പകരം MBയുടെ വാല്യൂ എടുക്കേണ്ട കാര്യമില്ല. MBയുടെ വാല്യൂ എന്ത് ചെയ്തിട്ട് എടുക്കുക? ഇൻ്റഗ്രേഷൻ മുമ്പ് തന്നെ അതങ്ങ് 0 ആക്കുക. പിന്നെ റിമൈനിങ് ഉള്ളത് -W(x²/2). ഓക്കെ, പിന്നെ ഇവിടെ
ഡോ എം ബൈ ഡോ എം ബി എന്ന് പറയുന്നത് -1 dx. ഓക്കെ, ഇവിടെ ബിക്കോസ് എം ബി ഈക്വൽ ടു 0, അല്ലേ? എം ബി എന്ന് പറയുന്നത് എന്താണ്? ഡമ്മി ക്ലോക്ക് വൈസ് കപ്പിളാണ്. എം ബി ഈക്വൽ ടു 0 ഈസ് ടേക്കൺ ബിഫോർ ഇൻ്റഗ്രേഷൻ, അല്ലേ? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എം ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കുക ബിഫോർ ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഇനി ഇത് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് എക്സ് സ്ക്വയറിന് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക, ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് WL3/6EA. ഓക്കെ, അപ്പം നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ലോഡുകൾ അല്ലെങ്കിൽ മൊമെൻറ്റ്സ് ഇല്ലാത്ത പർട്ടിക്കുലർ പോയിൻറ്റ്സിൽ ഡിഫ്ലക്ഷനോ സ്ലോപ്പോ കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഡമ്മി മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ഡമ്മി ലോഡുകൾ അല്ലെങ്കിൽ ഡമ്മി മൊമെൻറ്റ്സ് അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയും. ഓക്കെ, അത് അപ്ലൈ ചെയ്ത് അത് വെച്ചിട്ടുള്ള മൊമെൻറ്റ് ഇക്വേഷൻ എഴുതുക, അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അസ്യൂം ചെയ്ത ആ ഒരു വാല്യൂ, ഓക്കെ, അത് പോയിൻ്റ് ലോഡോ അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് ലോഡാണെങ്കിൽ അത് 0 ആയിട്ട് കൊടുത്തിട്ട് ഇവിടെ എമ്മിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ രീതിയിൽ കപ്പിളാണെന്നുണ്ടെങ്കിൽ അത് 0 ആയിട്ട് കൊടുത്തതിന് ശേഷം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ആണ് കാസ്റ്റിഗ്ലിയാനോസ് തിയറം വെച്ചിട്ട് നമ്മൾ ഫിക്റ്റീഷ്യസ് ലോഡ് മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാസ്റ്റിഗ്ലിയാനോസ് തിയറത്തിൽ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് പോയിന്റിലാണോ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ട ആ പോയിന്റിൽ ഒരു പോയിന്റ് ലോഡ് ഉണ്ടായിരിക്കണം. ഇല്ലാത്ത കേസുകളിലാണ് നമ്മൾ ഇതുപോലത്തെ ഡമ്മി ലോഡ് അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് ലോഡുകൾ അസ്യൂം ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ.